എന്താ തട്ടുംപുറത്തെ അച്ഛനെ പോലെ ഇരിക്കുന്നു. നോക്ക് ടാങ്കിന്റെ അവസ്ഥ നോക്ക്. വരൂ. എവിടെ? അയ്യോ എന്റെ ഉണ്ട്. ദൈവം ഇതായിരുന്നു അവസ്ഥ. ഇതാണ് നമ്മൾ ഇത്രയും ദിവസം കുടിച്ചത്. നമ്മള് കുറച്ചു ദിവസം ഇവിടെ ഇല്ലായിരുന്നു അല്ലേ? കൊറേ അല്ലേ ഇവിടെ പോയിട്ട്. അപ്പൊ പിന്നെ ഇതിന് തീരെ ശ്രദ്ധ. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ടാങ്ക് കഴുകായിരുന്നു. ഭയങ്കര സോജി അങ്ങനെ ദയനീയാവസ്ഥ. ഭയങ്കര ഇതല്ലേ. അപ്പൊ നമുക്കൊന്ന് വൃത്തിയാക്കണം, വൃത്തിയാക്കി കൊടുക്കണം. ഓക്കെ അച്ഛന്റെ വണ്ടി പൊട്ട വണ്ടിയാണ്. അച്ഛന്റെ വണ്ടി ഇവിടെ റെഡി ആവുന്നില്ല, അതാണ് അവൻ നോക്കിക്കൊണ്ടിരിക്കണത് അല്ലേ? വാ അച്ഛൻ പോയിക്കോളും, വാ ഇറങ്ങിക്കോ. അപ്പൊ രാവിലെ ഇന്ന് രാവിലെ ഒരു വ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, എന്റെ രാവിലത്തെ റൊട്ടീൻ. ഞാൻ ഷർട്ട് അയച്ചു നിൽക്കാം. അപ്പൊ ഷച്ചു പറഞ്ഞു ഷർട്ട് അയച്ചു നിൽക്കരുത്. എന്താ പ്രശ്നം? ഇവള് 1987 ജനിക്കുന്നത്. ഷർട്ട് അയച്ചിട്ട് വീഡിയോ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇതിനുള്ളിൽ ഷർട്ട് അയക്കാണ്ടിരിക്കാൻ പറ്റുന്നതാണ്. ഇത് എനിക്ക് കാണുമ്പോ നന്നങ്ങാടി എന്നൊക്കെ പറഞ്ഞ പഠിച്ച ഓർമ്മയുണ്ടോ? ഏകദേശം കുറച്ച് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അല്ലേ ടാങ്ക് ക്ലീൻ ആക്കി പറഞ്ഞാൽ? ശരിക്കും ആരെങ്കിലും പരസ്യമൊക്കെ തന്നാ മതിയായിരുന്നു അല്ലേ? ടാങ്ക് ക്ലീൻ ആക്കുന്ന മെഷീൻ ഉണ്ടെങ്കിലോ ഫിൽറ്ററൊക്കെ വന്ന് പരസ്യമൊക്കെ തന്നാ മതിയായിരുന്നു. ആരൊക്കെ നമ്മുടെ പരസ്യത്തിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് സമയമില്ലായിരുന്നു. നമുക്ക് എന്തൊക്കെ തരാറുണ്ട്? എന്താ പറയാ, നമുക്ക് ഒരുപാട് പരസ്യം നമ്മൾ ഒഴിവാക്കാട്ടോ. നിങ്ങൾ വിചാരിക്കും നമ്മള് വളരെ റയർ മാത്രം പരസ്യം ചെയ്യുള്ളൂ. അപ്പൊ ഇതില്ലേ കിണറ് എന്താണ്, കിണറിലൊരു സാധനം ഇട്ടാ കിണറ് വൃത്തിയാവുന്ന പരസ്യം. അതുപോലെ തന്നെ നമുക്കൊരു ഫിൽറ്റർ തരാറുള്ളൂ അല്ലേ? ഫിൽറ്റർ. പക്ഷെ അതിന് നമുക്ക് സമയമില്ല. അവർക്ക് ഇവിടെ അവര് വരും, 2 ദിവസം കഴിഞ്ഞ് വരും, 2 ദിവസം വന്നിട്ട്. പക്ഷെ ഒന്നും സമയമില്ലാണ്ട് എല്ലാം ഒഴിവാക്കിയതാണ് സാറല്ലേ. അതെ, ഇവിടുത്തെ വെള്ളത്തിന് പ്രശ്നമായിട്ടുണ്ട്. അവിടെ ഇങ്ങനെ കറയൊക്കെ ആയിരിക്കുന്നത് ശരിക്കും പറഞ്ഞത്. അപ്പൊ എല്ലാവരുടെ ടാങ്ക് തന്നെ ആയിരിക്കില്ല അവസ്ഥ ഏകദേശം. അതെ. അപ്പൊ നിങ്ങളൊക്കെ ടാങ്ക് ക്ലീൻ എങ്ങനെയാണെന്ന് പറയാം. എന്തെങ്കിലും വേറെ ഐഡിയ ഉണ്ടോ ടാങ്ക് ഇതിലിറങ്ങാണ്ട് എങ്ങനെയാ? അതില് അങ്ങനെയൊക്കെ ഓരോന്നുണ്ട്, പക്ഷെ നമ്മളത് യൂസ് ചെയ്യുന്നില്ല. അപ്പൊ മാൻ പവർ തന്നെയാണ്. നമ്മള് ഏട്ടൻ ഫുള്ളിറങ്ങും, ഞാൻ ഇവിടുന്ന് എടുത്ത് ബക്കറ്റിൽ നിന്ന് എടുത്ത് കോരി ഒഴിക്കും, അതൊക്കെയാണ് സെറ്റ്. ഇനി കിണറിലെ വെള്ളം ഭയങ്കര കളർ വ്യത്യാസമുണ്ട് കേട്ടോ. അത് കണ്ടോ, യെല്ലോ കളറൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് കട്ടയിൽ ഒഴിക്കുമ്പോ ഫുള്ള് മഞ്ഞ കളറായി, കട്ടന്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇതിപ്പോ തുടങ്ങിയിട്ടുള്ളു, 6:30 വാങ്ങി കൊടുക്കുന്നേ ഉള്ളൂ. ഇനിയിപ്പോ ഏത് സമയത്ത് അത് കഴിയാന്നറിയില്ല. അതെ, അപ്പോഴത്തേക്കും എത്ര സമയമാണെങ്കിലും ആ ക്രിക്കറ്റ് കഴിയുന്നവര് ന്യൂസിനെ കാണുന്നില്ലല്ലോ. കുഞ്ഞേ എവിടെ? എന്താക്കാ? കുടിക്കുന്ന വെള്ളോ? നമ്മൾ ആരും ശ്രദ്ധിക്കാതെ ഏറ്റവും വലിയ കാര്യമായിട്ടോ. നിങ്ങൾ ടാങ്ക് ഒക്കെ ഇടയ്ക്ക് പോയി നോക്കണം. അതെ, എന്താ നമ്മള് പിന്നെ എടുക്കാറില്ല, അതുകൊണ്ട്. രാവിലെ ഞാൻ വ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഫുള്ള് അങ്ങനെയാണോ പൊറോട്ട ഉണ്ടാക്കുന്ന പോലെ ഇട്ട തിരിച്ച് മറിച്ചൊക്കെ ഉണ്ടാക്കും. അല്ല, നമ്മൾ ഇതിനെ പറയണേ, ഇപ്പൊ എല്ലാവരും വെള്ളം ശ്രദ്ധിക്കണം. ഏറ്റവും കൂടുതൽ അസുഖം വരുന്നത് വെള്ളത്തിലൂടെയാണല്ലേ. പക്ഷെ നമ്മള് ഒരുപാട് ചൂടാക്കിയിട്ട് വെള്ളം കുടിക്കാമല്ലോ. നമ്മള് വെള്ളം കുടിക്കാറില്ല, ഡയറക്റ്റ് അവിടെ നിന്ന് കുടിക്കാറ്. ഈ വെള്ളം നമ്മൾ ഡയറക്റ്റ് പൈപ്പിൽ നിന്ന് കുടിക്കുന്ന വെള്ളത്തിന് പറയാം. അല്ലെ നമ്മളെ തെറ്റിയിരിക്കും. ആ വെള്ളത്തിന് പൈപ്പിൽ നിന്ന് നമ്മൾ എടുക്കുക, ടാങ്കിൽ നിന്ന് എടുക്കാറില്ല. കുടിക്കാനും അപ്പൊ ചൂടാക്കി വെക്കും. ബാക്കി കുളിക്കുന്നതും ബാക്കിയെല്ലാം ഈ വെള്ളമാണ്. പക്ഷെ എന്നാലും ഡേഞ്ചറാണ് അല്ലേ. അപ്പൊ എപ്പോഴും നമ്മുടെ വെള്ളം നല്ല അല്ലെങ്കിൽ ഒരുപാട് അസുഖങ്ങൾ വരാൻ കാരണം. ഇടയ്ക്കിടയ്ക്ക് ടാങ്ക് വൃത്തിയാക്കുക, അല്ലെങ്കിൽ ഫിൽറ്റർ ആക്കുക അല്ലെ. അതെ, ഇപ്പൊ മസ്തിഷ്ക ഇതില്ലേ, അതിന്റെ കുഞ്ഞിന് വേണ്ടിട്ട് ഒരു വാക്സിൻ എടുക്കാൻ വേണ്ടി അവർ ഇന്നലെ ഹെൽത്ത് നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങളുടെ മക്കളൊക്കെ എടുത്തോ എന്നുള്ളത് കമന്റ് ചെയ്യണം. എനിക്കിനി പിന്നെ പേടിയായതുകൊണ്ട് ഞാൻ എല്ലാ വാക്സിനും കൂടി കുഞ്ഞുങ്ങൾക്ക് അതൊക്കെ താങ്ങുമോ വേണ്ടിട്ടാണ് ഞാൻ വേണ്ട വിചാരിച്ചത്. അറിയില്ല, അമ്മ വന്നിട്ടില്ല കേട്ടോ. കുഞ്ഞു വാ, എപ്പ വരുന്നേ? വാ വാ, അച്ഛൻ ഇപ്പൊ വരും. ആ വെള്ളം ഒഴിക്കാതാ. സമയം എത്രയാ സച്ചു? 1/2 മണിക്കൂറായി ഇറങ്ങിയിട്ട്, ഇപ്പഴാ കേറിയതില്ലേ. ഒന്നും വൃത്തിയായില്ല കേട്ടോ. എന്താ പറയാ, അയ്യോ ഇതെന്താ? അത് കറ പിടിച്ചു പോയിട്ട് പരമാവധി ചോദിച്ചു. ഇനിയിപ്പോ സോപ്പിട്ട് കഴുകാൻ പേടി. സോപ്പിട്ട് കഴുകി പിന്നെ ഇങ്ങനെ പത വന്നു. രാവിലെ ഒന്നുകൂടി കഴുകണം. ഇപ്പൊ കളി തുടങ്ങിയിട്ടേ. ഇപ്പൊ രാവിലെ വെള്ളം എന്തായാലും 7 മണിക്ക് വെള്ളം വരും. അപ്പൊ അതിന് മുൻപ് ഒന്നുകൂടി കഴുകിയില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ലാത്ത അവസ്ഥ. അത് കറ പിടിച്ചിട്ട് ഒന്നുകൂടി എന്ത് സോപ്പിട്ട് കഴുകിയാൽ അത് പ്രശ്നമാവുന്നുള്ളൂ. സൈഡ് കുഴപ്പമില്ല, ഒന്നുകൂടി അത് ഉറച്ചു വേണം, എന്നാലും വെള്ളം അടിക്കാൻ കാര്യമുള്ളൂ. വലിയൊരു പ്രോബ്ലം തന്നെയാണ്. ടാങ്കിന്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് അല്ലേ അത്. ശരിക്കും ഇപ്പൊ അതൊക്കെ ടാങ്ക് ഒക്കെ വേറെ കേട്ടോ. ഒന്ന് വൈറ്റ് വരുന്നുണ്ട്, പിന്നെ അതിന്റെ അടിയിലൂടെ വെള്ളത്തിന്റെ ഇതൊക്കെ വരുന്നത്. പക്ഷെ നമുക്ക് താഴെ ആയതുകൊണ്ട് ഒന്നും ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല.
നമ്മൾ വൃത്തിയാക്കണം. നമ്മള് മുമ്പ് കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് എന്തൊക്കെയോ യൂട്യൂബ് നോക്കിട്ട് ഓർമ്മയുണ്ടോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് നിങ്ങളുടെ വീട്ടില് ഈ പ്രശ്നം ഉണ്ടോന്നൊന്നും പറയണം കേട്ടോ. അപ്പോൾ അടുത്ത വ്ളോഗിൽ അടുത്ത വിശേഷമായിട്ട് കാണാം. അതായിരിക്കും ബൈ.